തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിലാണ് കേരളം. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകുന്നത്? അല്ല, ഇതിപ്പോ എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ടെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ജനറൽ അവയർനെസ് ഉണ്ട്. അതിന്റെ ഡേറ്റ്, ആ മാറ്റം എപ്പോൾ വരും എന്നാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏപ്രിൽ 26-ന് കേരള തിരുവനന്തപുരം ഒരു മാറ്റം വരും. ഒരു പുതിയ MP ഉണ്ടാവും. ആ MP നരേന്ദ്രമോദിജീൻ്റെ ഒരു കാൻഡിഡേറ്റായി തിരുവനന്തപുരത്തിന് റെപ്രസെൻറ്റ് ചെയ്യാൻ ഡൽഹി പോവും. ഞാനായിരിക്കും എന്നെനിക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഈ അടുത്ത 41 ദിവസം ക്യാമ്പയിൻ ചെയ്യും. എന്നിട്ട് നമുക്ക് നോക്കാം. 1 മാസവും 10 ദിവസമാണ് ബാക്കിയുള്ളത്. ഇനിയുള്ള സ്ട്രാറ്റജി എങ്ങനെയാണ് വോട്ടർമാരോട് പ്രധാനമായി കാണുന്നത്? ആദ്യത്തെ ദിവസത്തെ സ്ട്രാറ്റജിയാണ് ലാസ്റ്റ് ഡേന്റെ സ്ട്രാറ്റജി. ഇത് ഒരു വികസനം, പുരോഗതി, ഒരു മാറ്റം വരണം തിരുവനന്തപുരം നമ്മുടെ ഒരു തിരുവനന്തപുരം ഒന്ന് മുമ്പോട്ട് പോകണം. 15 കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതെല്ലാം മാറ്റി തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വികസനം, പുരോഗതിന്റെ ഒരു രാഷ്ട്രീയം, ഒരു ഗവർണൻസ്, ഒരു ഡെവലപ്മെന്റ്, ഒരു തൊഴിൽ, അതിന്റെ എല്ലാം നറേറ്റീവ് ആണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. അതിന്റെ ഫലം 26 ഏപ്രിൽ നമുക്ക് കാണാൻ കിട്ടും. എനിക്ക് ഒരു പൂർണ്ണമായ കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾക്ക്, നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അതിന്റെ കപ്പാസിറ്റി ഉണ്ട്, താല്പര്യമുണ്ട്. അത് ഞങ്ങൾ ചെയ്ത് കാണിക്കും. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണല്ലോ തിരുവനന്തപുരം. അപ്പോൾ ഈ വോട്ട് ഷെയറിംഗ് അതിനെങ്ങനെയാണ് കാണുന്നത്? ഇല്ല, ഞാൻ അതിനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ഇപ്പൊ കേൾക്കുന്നത് ശക്തമായ ഒരു ത്രികോണ മത്സരമാണെന്നൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ഡിസ്ക്രെഡിറ്റഡ് ഐഡിയോളജീസ്, 2 ഡിസ്ക്രെഡിറ്റഡ് പാർട്ടീസ് ഉണ്ട്. അവര് 65-75 കൊല്ലമായിട്ട് തിരുവനന്തപുരം, കേരള ഭരിച്ച പാർട്ടീസാണ്. ഈ കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇവിടെ ഒരു വികസനം നടന്നിട്ടില്ല. ഞങ്ങളൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങളുടെ ഒരു ഐഡിയോളജി വികസനം, പുരോഗതിന്റെ ഒരു ഐഡിയോളജിയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരും. മാറ്റം കൊണ്ടുവരാൻ BJPന്റെ സ്ഥാനാർത്ഥിയായ അതിന് ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് താല്പര്യമുണ്ട്, അതിന്റെ കപ്പാസിറ്റിയുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തിന് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആണ് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മാതിരി കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾക്ക് അതിന്റെ ഒരു റെസ്പോൺസ് 26 ഏപ്രിൽ അവർ പറയും, അവർ കാണിക്കും. തിരുവനന്തപുരം മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രകടിപ്പിക്കുന്നത്. വികസനത്തിൽ ഊന്നിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തുടക്കം മുതൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ പ്രചരണവുമായി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വലിയ ആത്മവിശ്വാസത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ ഉള്ളത്.